എൻ്റെ ഒരു അനുഭവത്തോട് ചേർത്ത് പറയാണ്. ഒരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ പ്രധാന വ്യക്തിയോട് സുവിശേഷം പറയണമെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു മേസൺ വർക്കറാണ്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വളരെ പുരാതനമായിരിക്കുന്ന ഒരു ക്രിസ്തീയ മതത്തിലെ ഒരു വലിയ പുരോഹിതന്റെ കൊച്ചുമകനാണ്. അദ്ദേഹത്തിന്റെ ഈ കൊച്ചുമകന്റെ അപ്പനാണെങ്കിൽ ഒരു ഉയർന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, ഇപ്പോഴുള്ള ആ വ്യക്തിയോട് പോയി നീ സുവിശേഷം അറിയിക്കണം. അദ്ദേഹം വളരെ വലിയൊരു സ്കൂളിന്റെ സിംഗിൾ മാനേജ്മെന്റിന്റെ മാനേജറൊക്കെയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, അദ്ദേഹത്തെ ഇന്ന് രാവിലെയും കണ്ടതല്ലയോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെന്ന് പറയാം, സമയം കിട്ടുമ്പോൾ ചെന്ന് പറയാം. പക്ഷേ കർത്താവ് വീണ്ടും പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ പോയി അദ്ദേഹത്തോട് സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, മേസൺ വർക്ക് ഒരിടത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ജോലി നിർത്തി, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹം വന്ന് പറഞ്ഞു, വിജയ എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു, സാറേ കർത്താവ് എന്താ പറഞ്ഞു, സാറിനോട് സുവിശേഷം പറയണം. നീ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രൂപം മാറി, ഭാവം മാറി. എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? നീ നല്ല വിജയം എന്നാ പറയുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞ, നീ എന്തിനാണ് ഇതൊക്കെ എന്നോട് പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യേ, ഒരു കുപ്പായൊക്കെ ഇട്ട്, വിജയൻ ഒരു കുപ്പായൊക്കെ ഇട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞ് ഞാനത് കേൾക്കാം. അതായത് ഈ വീട്ടിലും നീ ഒരു മേസൺ വർക്ക് ചെയ്ത ഒരു മനുഷ്യനാണ്. അതായത് ഈ സിമെന്റ് ചട്ടിയും മുഴക്കോലും ഒക്കെ എടുത്ത് പണിഞ്ഞ ഒരു മനുഷ്യനാണ്. നീ ഇത് എന്നോട് പറയാൻ നിനക്കെന്നാ കാര്യം? നിന്നെ ഞാൻ തുച്ഛീകരിക്കുന്നു. നീ ഒരു കുപ്പായം ഇട്ടോ, ഒരു അച്ഛനായിട്ടോ, അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ വന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം, ഞാൻ നിനക്ക് ബഹുമാനം തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ നിർത്തിയാൽ എനിക്കിതിനെയും കേൾക്കണ്ട. അവിടെ കർത്താവ് ആ വീര്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അവരുടെ അവിശ്വാസം നിമിത്തം അവർ അവനെ അംഗീകരിച്ചില്ല. അതാണല്ലോ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അവർ അവനെ അംഗീകരിച്ചില്ല, കാരണം അവരെ തുച്ഛീകരിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്താണ്, അവിടെ അനേക രോഗികൾ ആവശ്യം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ പറ്റി. പക്ഷെ അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന പോലെ, ഈ വലിയവനായിരിക്കുന്ന ദേശത്ത് വലിയ ഉന്നതനായിരിക്കുന്ന വ്യക്തി ഈ ഒരു സുവിശേഷകൻ എന്നുള്ള രീതിയിൽ എന്നെ ഒരു മേസൺ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയവനായിട്ട് തുച്ഛീകരിച്ച് എന്നെ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന് വചനം കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ പ്രിയരെ? കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ അയച്ചതെന്നറിയാമോ? അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ 3-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ കേട്ടു, അന്ന് ഉച്ചയ്ക്ക് ശേഷം, പിന്നെ അടുത്ത ദിവസത്തെ പകല്. പക്ഷെ ആ പകലോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം തീർന്നു. ആ 3-ാമത്തെ ദിവസം വെളുപ്പിന്, അല്ലെങ്കിൽ ആ പ്രഭാതത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചു.